ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത അതായത് എല്ലാവർക്കും ഒരു സംശയമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫ്രോക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, താഴേക്ക് നല്ല ഫ്രില്ല് വന്നിട്ടുള്ള മോഡൽസാണ് ഇപ്പോൾ അധികം കാണുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഫ്രില്ല് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ്. പിന്നെ അധികം ആളുകൾക്കും എല്ലാവരുടെ വീട്ടിലധികം മെഷീൻ ഉള്ളവരുണ്ടാവും, പക്ഷേ സാധാ ഇതുപോലത്തെ നോർമൽ മെഷീനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ കാണാനിടയായിട്ട് വേറൊരു ചാനലാണ് അപ്പോൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ഞാൻ കണ്ടു, എനിക്ക് ഇതുപോലെ ഫ്രോക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ എൻ്റെ കയ്യിൽ നോർമൽ മെഷീനാണ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ സാധാ നോർമൽ മെഷീനിലാണ്, ഈ ഒരു മെഷീനിലാണ് ഞാൻ എല്ലാ ഫ്രോക്കുകളും ടോപ്പുകളും എന്ത് ഡ്രസ്സാണെങ്കിലും ഞാൻ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മെഷീൻ വെച്ചിട്ട് തന്നെ ഒരുപാട് വെറൈറ്റി ഫ്രോക്കുകളൊക്കെ തയ്ച്ചിട്ടുണ്ട്, ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ആ ഒരു ഫ്രില്ല് നമുക്കെങ്ങനെ നമ്മുടെ സാധാ നോർമൽ മെഷീനിൽ ഒന്നും മാറ്റാതെ എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ഞാനിതിൻ്റെ മുന്നേ ചാനലിൽ 3ാമത്തെ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് കുറേ മുന്നേ വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറേ ആളുകൾ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇങ്ങനെ കമൻറ്റ് കാണുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുള്ള് ഫ്രോക്കിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഈ ഒരു ഫ്രില്ല് നമ്മുടെ നോർമൽ മെഷീനിൽ നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ടൈം വേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ മെഷീനിൽ മോട്ടർ പോലും വെച്ചിട്ടില്ല കേട്ടോ, സാധാരണ നമ്മൾ തയ്ക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ഒരു ഫ്രില്ല് അറിയാത്തതുകൊണ്ട് നിങ്ങളാരും ഫ്രോക്കൊന്നും തയ്ക്കാതിരിക്കണ്ട, സാധാ മെഷീനുള്ളവർക്കും ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ ഇനി വരുന്നത്, അപ്പോൾ ഒരുപാട് നല്ല വെറൈറ്റി മോഡൽസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ തരിക. പിന്നെ ഈ ഒരു ഫ്രില്ല് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മൾ ഏതൊരു വീഡിയോ കാണുകയാണെങ്കിലും നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു കമൻ്റ് ഒന്ന് നോക്കൂലേ, കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കുമ്പോൾ നമ്മൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ആദ്യം ഒന്ന് നോക്കും എന്താണ് വീഡിയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ വരുന്ന കമൻറ്റ് കണ്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഓരോ വീഡിയോസും ചെന്ന് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഓരോ കമൻസും മറ്റൊരാൾക്കും കൂടെ ഉപകാരപ്പെടും കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ വരുന്നവർ ജസ്റ്റ് നമ്മളെ കമൻ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയുമ്പോൾ അവരൊന്നും കൂടെ അത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫ്രില്ലിടാൻ എത്ര മീറ്റർ മെറ്റീരിയൽ വേണമെന്ന്. അപ്പോൾ നമ്മളൊരു നോർമൽ ഒരു ഫ്രോക്ക് തയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 3 വയസ്സായ കുട്ടിയുടെ അളവിന് തയ്ക്കുന്നൊരു ഫ്രോക്കാണെങ്കിൽ നമ്മുടെ സ്കേർട്ടിൻ്റെ വിടുത്ത് വരുന്നത് 3 മീറ്റർ ആയിരിക്കും. കാരണം 1.5 3 മീറ്റർ ആയിരിക്കും ഫുള്ള് റൗണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു 3 മീറ്ററിൽ നമ്മൾ ഇതുപോലെ ചുരുക്കിട്ടെടുക്കണമെങ്കിൽ ഈ നെറി ഇടാനുള്ള ഫ്രില്ലിടാനുള്ള മെറ്റീരിയൽ മാത്രം ഒരു 6 മീറ്ററെങ്കിലും മെറ്റീരിയൽ ആവശ്യമായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്കും തിക്കിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രില്ലിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു 3 മീറ്റർ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്യണമല്ലോ. നിങ്ങൾ കണ്ടിട്ടോ, ഇതിപ്പോൾ ഞാൻ ഒരു ലെയറായിട്ടാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തയ്ച്ചതിന് ശേഷം ഒന്നും കൂടെ വെച്ചാൽ 2 ലെയറാവും, ഒന്നും കൂടെ വെച്ചാൽ 3 ലെയറാവും. അപ്പോൾ ആ 3 ലെയറൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ ഫ്രില്ല് കാണാൻ നല്ല ഫ്ലവർ പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് മെറ്റീരിയൽ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഈ ഒരു ലെങ്ത്ത് ഉണ്ടല്ലോ, ഈ ഒരു ലെങ്ത്ത് ഞാൻ എത്രയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, 4 മീറ്റർ വിടുത്തുള്ള മെറ്റീരിയൽ എടുത്തിട്ട് അത് ഫ്രില്ലിട്ട് കഴിഞ്ഞപ്പോഴേക്കും കിട്ടിയ ലെങ്ത്താണിത്.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എത്രത്തോളം നമുക്ക് ആ ഒരു ഫ്രില്ല് തുണി വേണ്ടി വരുന്നുള്ളത്. അപ്പം ഈ ഫ്രില്ലിടാൻ ആഗ്രഹിക്കുന്നവർ ഇത് വെച്ചിട്ടുള്ള അതേപോലെ നല്ല തിക്കിലും 2 ലെയർ 3 ലെയറൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർ അത് കണ്ടിട്ട് തന്നെ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്കേർട്ടിന് എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയെങ്കിലും നമുക്ക് ഫ്രില്ലിടാനുള്ള മെറ്റീരിയൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഫ്രിൽ നെറിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതല്ലാത്ത മറ്റേതെങ്കിലും ഒരു പ്ലീറ്റ്സാണ് ഇടുന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഈ തുണികളെല്ലാം ഒന്ന് ജോയിൻ ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരു നെറി ഇടണമെങ്കിൽ നമുക്ക് ആ ജോയിൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ അതിലിങ്ങനെ സെൻറ്ററിലൂടെയാണ് ഇതിൻ്റെ സ്റ്റിച്ച് പോകുന്നത്. നമ്മൾ 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ മെഷീൻ്റെ ഉള്ളിലേക്ക് പേഴ്സുകൾ ഇട്ട് കൊടുത്തിട്ട് സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് തന്നെ. ഇതിനിപ്പോൾ ഹൈ സ്പീഡ് മെഷീനോ ജാക്കിൻ്റെ മെഷീനോ വേണമെന്നൊന്നുമില്ല. നമ്മുടെ നോർമൽ മെഷീൻ നമ്മളെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്കൊരു അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു മെഷീന് ഹൈ സ്പീഡ് മെഷീന് അല്ലെങ്കിൽ ഒരു പവർ മെഷീന് വാങ്ങിയിട്ട് ചെയ്യാം എന്നുള്ളത് അത് നമുക്കൊരു പോസിബിൾ അല്ലല്ലോ. കാരണം നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ അപ്പോഴും അവിടെ ബാക്കിയായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധാ മെഷീനാണെങ്കിൽ സാധാ മെഷീൻ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാം അതാണ് നമ്മൾ നോക്കണം. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ അത് കിട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാൽ അതൊന്നും നടക്കില്ല. അതിപ്പോൾ നമുക്ക് ഓരോ ഓർഡർ വരുന്നതാണ് ഞാൻ അധികം വീഡിയോ ആയിട്ട് കാണിക്കാറുള്ളത്. കാരണം നമ്മൾ ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും പറയാറ്. നമുക്ക് കസ്റ്റമർ ഒരു കാര്യം ചെയ്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ ഫ്രോക്ക് തയ്ക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് ലോക്കില്ല, എൻ്റെ കയ്യിൽ ലോക്ക് മെഷീനും കാര്യങ്ങളൊന്നുമില്ല, ലോക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ത്രെഡ് അങ്ങനെ പോരുന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ അതിൻ്റെ സൈഡ് അത്രയും നല്ല ഫിനിഷ് ആക്കിയിട്ട് 2-3 സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നത്തൊക്കെ വീഡിയോ കണ്ടാൽ അറിയുന്നുണ്ടാവും. ഞാൻ അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഓരോ ഫ്രോക്ക് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വീണ്ടും അവർ ഓർഡർ തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ലോക്ക് മെഷീൻ ഇല്ല അല്ലെങ്കിൽ ഇല്ലയെന്ന് പറയുമ്പോൾ ലോക്ക് വേണ്ട, സാധാരണ നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്ത് തന്നാൽ മതി എന്നാണ് എന്നോട് പറയാറുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മെഷീൻ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതിന് പിന്നെ കുറച്ച് ടൈം നമുക്ക് എക്സ്ട്രാ വരുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്യുക, ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ നമുക്കത് പോസിബിളായിട്ടിരിക്കുള്ളൂ കേട്ടോ. ഒരു ദിവസം മറ്റേത് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ ആക്കിയിരുന്നു. ഞാൻ അധികം അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ പണി വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഇപ്പോൾ നമ്മൾ മെഷീനിലിരിക്കുമ്പോൾ ഈ ഒരു ഫ്രില്ല് മാത്രം ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അപ്പോൾ ഫ്രില്ലിൻ്റെ ഫുള്ള് പണി അങ്ങനെ കഴിഞ്ഞാൽ നമുക്കൊരു പകുതി ഫ്രോക്കിലെ പണി കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെതും ലൈനിങ്ങുകളും ഒക്കെ ഒന്ന് മടക്കി തയ്ച്ച് അതൊക്കെ ഒന്ന് ഫ്രില്ലിട്ടെടുക്കുക. നമ്മൾ ഒഴിവിനനുസരിച്ചാണല്ലോ അധികം നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ തയ്ക്കാറ്. നമ്മൾ വീട്ടിലെ പണികളൊക്കെ തീർന്നിട്ടല്ലേ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ദിവസത്തിനുള്ളിലാണോ ഇത് വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ദിവസത്തിനുള്ളിൽ നമുക്കൊരു കണക്ക് കൂട്ടിയിട്ട് നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു ഓർഡർ എടുക്കരുത്. കാരണം ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു ഫ്രോക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അത്രയും ഹെവി വർക്കായിട്ടുള്ള ഫ്രോക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല ഈ ഒരു മെഷീൻ വെച്ചിട്ട് കേട്ടോ. മറ്റേ മെഷീൻ എന്ന് പറഞ്ഞാൽ മോട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള മെഷീനാണ്. അത് നമുക്ക് കാലിട്ട് ചവിട്ടി കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ അതങ്ങനെ അതേമാതിരി ഫൂട്ട് മാറ്റിയാലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഫ്രില്ലിടുകയാണെങ്കിൽ ഒരു ദിവസം ഈ ഒരു ഫ്രില്ല് മാത്രം സ്റ്റിച്ച് ചെയ്ത് വെക്കും, ബാക്കി പിറ്റേ ദിവസം ചെയ്തെടുക്കും. അപ്പോൾ നമുക്കും ഒരുപാട് വെറുപ്പ് വരില്ല. നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ഫ്രില്ല് ഇടുന്നതെന്ന് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ കാണുന്ന രീതിയിലാക്കിയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതേ വീഡിയോ ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഷോർട്ടാക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അത് ഞാനിത് ഈ ഒരു ഭാഗത്ത് നിന്ന് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളൊരു പീസ് ഇതുപോലെ വെച്ച് ഇതുപോലെ നമ്മൾ നമ്മുടെ 2 തള്ളവിരലും വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഓക്കെ. ഇതുപോലെ ചെയ്തിട്ട് സെൻറ്ററിലൂടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു നെറ്റ് ഇതുപോലെ ഒരേ വശത്തേക്ക് തന്നെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ട്. ഇതുപോലെ നമുക്ക് ആ ഒരു സെൻറ്റർ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ തിരച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ 2 വിരലത് ഇതുപോലെ ഒരു വി ഷേപ്പിൽ പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ അതുപോലെയൊക്കെയാണ് ഓരോ പൊടിക്കൈകൾ ഇതിൽ യൂസ് ചെയ്യാറുള്ളത് കണ്ടോ. ഇതുപോലെ അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് പോവാതെ അവർ കറക്റ്റ് ആ ഒരു സ്പേസിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. നീഡിൽ
കയ്യിൽ കുത്താതെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് അതുപോലെ വെച്ചിട്ട് നിങ്ങളാരും നീഡിലൊന്നും കയ്യിൽ കൊള്ളാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് സ്പീഡിൽ ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. സെൻറ്ററിലൂടെ തന്നെ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ചെയ്ത് എനിക്കതൊരു ഇതായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. ആദ്യം നിങ്ങളൊന്ന് ഇതുപോലെ കുറച്ച് നീക്കി കൊടുക്കുക, എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ ഫ്ലീറ്റ്സുകൾ ഇട്ടിട്ട് പിന്നെയും വീണ്ടും കുറച്ചധികം തിക്കായിട്ട് അങ്ങനെ കൊടുക്കുക, എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫ്രില്ലുകൾ ഇട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും തന്നെ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെന്നും കൂടെ നോക്കുക. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എങ്കിലേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.